നമുക്ക് പെട്ടെന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതില്ലാതെ പറ്റില്ല അടുക്കളയിലേക്കുള്ളത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. പോകുന്ന പോക്കിൽ മയിലേട്ടനെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ മയിലിൻ്റെ വിചാരം ഞാൻ അതിനെ പിടിക്കാൻ വേണ്ടി വരികയായിരുന്നു. ഞാനതിന് വീഡിയോ പിടിക്കുമ്പോൾ അതിങ്ങനെ തെന്നി പോയിക്കൊണ്ടിരിക്കുക. അതിനറിയില്ലല്ലോ നമ്മൾ ഈ ചൂടും വെയിലൊക്കെ ഒന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വെയിലും ചൂടൊന്നും അറിയില്ല, നമുക്ക് വീടിനുള്ളിൽ സമാധാനത്തിലിരിക്കുക. അതുകൊണ്ടാണ് ഈ നട്ടാപ്പുരി വെയിലിൽ തന്നെ പോകുന്ന നമ്മുടെ തോടല്ല നമ്മുടെ ബാക്കിലുള്ള പാടത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യട്ടോ. അപ്പോൾ ഈ മാവ് കണ്ടോ നല്ല പൂത്ത് നന്നായിട്ട് മാങ്ങ ഉണ്ട് കേട്ടോ. പക്ഷേ പഴുത്ത മാങ്ങ കൊള്ളില്ല, പച്ചയ്ക്ക് ഉപ്പിലിടാനും നമ്മൾക്ക് അച്ചാറിട്ടാലൊക്കെ നല്ല രസമാണ്. പക്ഷേ മാങ്ങ കിട്ടില്ല, അധികം കുരങ്ങന്മാർ നശിപ്പിക്കും കടിച്ചിട്ട്. പിന്നെ അവറ്റുകൾ കടിച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ പന്നികളും കലാശക്കൊട്ട് നടത്തിയിട്ടേ തരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത് നമുക്ക് ബോണസായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഈ കാട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്, നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് അധികം വെയിലിൻ്റെ കാടിനെ അറിയില്ല. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തിരിച്ചു പോകുന്നിട്ട് നമ്മൾ നേരെ പാടത്തേക്കാണ് കേട്ടോ പോയത്. കാരണം എന്താ വെച്ചാൽ മേലെഴുകുന്നതിന് മുമ്പ് വേഗം പാടത്തേക്ക് പോയി. പാടത്ത് നമ്മുടെ കുറ്റികൾക്ക് പുറമെ നിന്ന് താറാവുകളെയൊക്കെ തീറ്റിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവറ്റുകൾ ഇങ്ങനെ മുട്ടയിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ബാക്കിലുള്ള ആൾക്കാരെ മുട്ട പെറുക്കുന്നുണ്ട് കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. കുറച്ച് നേരം നല്ല വെള്ളം വന്നിട്ടുണ്ട്. ഇപ്പം നല്ല തണുത്ത കാറ്റാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരു മഴക്കാറുണ്ട് ചെറിയ രീതിയിൽ, പക്ഷെ മഴ പെയ്യൊന്നുമില്ല, ചൂട് കൂടാനുള്ള മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേലെഴുകലൊക്കെ കഴിഞ്ഞ് വിളക്ക് വെപ്പിനുള്ള ശ്രമമാണ്. അപ്പോൾ വിളക്ക് വെച്ചില്ലേ, വിളക്ക് വെക്കാൻ പോകാൻ നിൽക്കേണ്ട. അപ്പോൾ ഇന്ന് മഴ പെയ്യുമോ എന്നുള്ളതൊന്നും അറിയില്ല, ചൂട് കുറഞ്ഞാൽ നന്നായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.